ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലക്ഷദ്വീപിലെ ഒരു ഈവനിങ് കണ്ടാലോ? അതിനു മുന്നേ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സജിന ഷുക്കൂർ. ലക്ഷദ്വീപിൻ്റെ നാടല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിച്ചത് ലക്ഷദ്വീപിലാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ലക്ഷദ്വീപ്. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകും. സൂര്യൻ അസ്തമിക്കുന്നത് വരെ സംസാരിച്ചിരിക്കും. ശരിക്കും അതൊരു മൈൻഡ് റിലീഫാട്ടോ. നല്ല നേർത്ത കാറ്റും കടലിൻ്റെ ഭംഗിയും ആസ്വദിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കും. അങ്ങനെ ഇരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. സൂര്യാസ്തമയം എല്ലാ ദിവസവും നേരിൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് മേലാവായിയാണ് കേട്ടോ. മേലാവായി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞങ്ങളുടെ നാടിനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. കീഴാവായി, മേലാവായി, തെക്കുംതല, വടക്കുംതല എന്നിങ്ങനെ. മേലാവായി പടിഞ്ഞാറും, കീഴാവായി കിഴക്കും, തെക്കുംതല തെക്കും, വടക്കുംതല വടക്കും. മേലാവായി ഇപ്പോൾ പദത്തിൻ്റെ ടൈമാണ്. പതെന്ന് പറഞ്ഞാൽ വേലിയിറക്ക സമയമാണ്. കടൽ നല്ല ശാന്തമായിരിക്കും. കടൽ ഒരുപാട് പിറകോട്ട് പോകും. ഞങ്ങളുടെ കുട്ടികൾ കൂടുതലും ഇവിടെ കളിക്കുന്നത്, ഇവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നതും. ചെറിയ കുട്ടികൾ ആ ബീച്ചിൽ ഓടിയും ചാടിയും കടലിൽ കളിച്ചും കുളിച്ചും അവരങ്ങനെ നടക്കും. ഇവിടുത്തെ കുട്ടികൾക്ക് കടലിനെ പേടിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും അല്ലേ? ദേ ഒരു കൂട്ടർ ചങ്ങാടത്തിൽ കയറി പോവാൻ നോക്കാണ്. ആദ്യം കാര്യം നടന്നില്ലെങ്കിലും അവസാനം അവരത് സക്സസ് ആക്കിട്ടോ. എന്താലേ കാണാൻ ഭംഗി. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കും കയറാൻ നല്ല ആശയമുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചങ്ങാടത്തിൽ കയറിയാൽ പിന്നെ വീഡിയോസൊക്കെ ആരെടുക്കും? ദേ വേറൊരു കൂട്ടക്കാർ വീണ്ടും ചങ്ങാടത്തിൽ തുഴയുന്നുണ്ട്. അവർ കുറച്ച് ദൂരത്തോട്ട് പോയിട്ടോ. അവർ തീരെ പേടിയില്ലാത്ത കൂട്ടക്കാരാണ്. പിന്നെ ഈ സമയം ഒഴുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലതാണ്. വളരെ സേഫാണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ നീന്തൽ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ സേഫാണ്. ദേ നേരെ നോക്കിയാൽ ഞങ്ങളെ ജെട്ടി കാണാം. ജെട്ടി രാത്രി കാണാനാട്ടോ കൂടുതൽ ഭംഗി. ലൈറ്റ് കൊണ്ട് മണവാട്ടിയെ പോലെ ആയിരിക്കും ഞങ്ങളുടെ ജെട്ടി. ഇവർക്കിവിടെ എത്ര വന്നാലും ഒരു ബോറിങ്ങില്ല. അവർക്ക് എത്രമാത്രം സമയം കിട്ടുന്നോ അവരത് മാക്സിമം എൻജോയ് ചെയ്യും. ദേ കളിച്ച് കളിച്ച് കുളിയും തുടങ്ങി. ഇനി ഇവരെ കരയിൽ കയറ്റണമെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെടണം. വിളിച്ചാലും അവർ കയറിയില്ല. അവസാനം എല്ലാവരും കയറി തുടങ്ങി. തിരിച്ചു വരുമ്പോഴാണ് ചിപ്പി അടിഞ്ഞു കിടക്കുന്നത് കണ്ടത്. അത് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഒരു ശംഖ് നടന്നു പോകുന്നു. നല്ല വ്യൂസ് അല്ലേ? അതിനിടെ കടലിൽ ഒരാൾ തോണിയും തുഴഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു വ്യൂലേ. ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ട് ഗൈസ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ പോവാട്ടോ ഗൈസ്. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബായ്.